ബ്രിട്ടീഷുകാരനായൊരു ചെറുപ്പക്കാരൻ 13 കൊല്ലം ഇസ്ലാം പഠിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം പഠിച്ചിട്ട് എനിക്കൊരു തീരുമാനമെടുക്കാൻ സാധിച്ചില്ല. നാട്ടുകാരെന്ത് വിചാരിക്കും? ഈ പേര് മാറ്റുന്നത് നമ്മുടെ നാട്ടിലൊരു വിഷയമാണ്. ഒരു മുസ്ലിം ആകുമ്പോഴേക്കും അവിടെ പിന്നെ പല ജാതിക്കാരൊക്കെ മുസ്ലിമീങ്ങൾ മതം മാറ്റാൻ വന്നു, അല്ലെങ്കിൽ ഈ പ്രസംഗിക്കുന്ന എന്നെപ്പറ്റി ചിലപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞമ്മ അതൊന്നുമല്ല, ഇത് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള വഴിയാണ്. മുസ്ലിമീങ്ങളുടെ എണ്ണം ഒരാൾ കൂടിയിട്ട് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ വന്നാൽ. ഇത് ബോധ്യപ്പെട്ട വിഷയമാണ്. ഇല്ലെങ്കിൽ ആ തൂ ബുർഹാനക്കും നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളത്, നമ്മുടെ അടുത്ത് എന്താ ഉള്ളത്, നമ്മളും പറഞ്ഞുതരാ. ഇസ്ലാമിന്റെ വിഷയം അത്രയുള്ളൂ, ആളക്കൂട്ടന്റെ വിഷയമല്ല. ഈ ചെറിയ ജീവിതം ഇവിടെ മതിയാക്കി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകേണ്ടവരാൻ. സത്യം മനസ്സിലാക്കി ജീവിക്കാൻ ഇനിയും അള്ളാഹു സമയം തന്നിട്ടുണ്ട്, അത് സ്വീകരിച്ചേക്കുക. ഞാൻ 1-2 ആളുകളെ പരിചയപ്പെട്ടു. ഈ റമദാനിൽ വിദേശത്ത് UK പോയിരുന്നു. അപ്പോ സ്റ്റീവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഞങ്ങൾ ചെന്നൊരു വീട്ടിൽ, അവിടെ ലണ്ടൻ സിറ്റിയിൽ തന്നെ ഒരു വീട്ടുകാർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കറുത്തവർഗക്കാരനായ ബ്രിട്ടീഷുകാരൻ തന്നെ, സ്റ്റീവ് എന്നാ പേര്. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ സ്റ്റീവ് പറഞ്ഞു, ഞാൻ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്റ്റീവ് എങ്ങനെ വാങ്ങിക്കൊടുക്കാൻ? അപ്പൊ നോക്കുമ്പോ സ്റ്റീവ് മുസ്ലിമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കലിമ ചൊല്ലി മുസ്ലിമായിട്ടുണ്ട്. അപ്പൊ എന്തോ ഒരു ഈമാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇന്നലെ നോമ്പെടുക്കാൻ പറ്റിയില്ല. ഞാൻ റമദാനായപ്പോ എന്റെ ഗുളികളൊക്കെ ഒരുമിച്ച് കഴിച്ചു. കാരണം ലണ്ടനിൽ ഈ റമദാൻ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. 9:20 വൈകുന്നേരം 9:20 സൂര്യൻ അസ്തമിക്കും. 2:55 3 മണിക്ക് സൂര്യൻ ഫജ്ർ ഉദിക്കും. അതായത് ആകെ രാത്രി 9:30 മുതൽ 3 മണി വരെ. ഇതിന്റെ ഇടയ്ക്ക് തറാവിയും കഴിയണം, ഖിയാമുൽ ലൈലും കഴിയണം, അത്താഴം കഴിയണം, നോമ്പൊർക്കലും കഴിയണം. അപ്പോ 4 നേരം കഴിക്കാനുള്ള ഗുളിക ഈ സ്റ്റീവ് എന്ന ചെറുപ്പക്കാരൻ ഈ 4-5 മണിക്കൂറിനുള്ളിൽ കഴിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ രോഗിയായി, എനിക്ക് നോമ്പെടുക്കാൻ പറ്റിയില്ല. ഒരാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അള്ളാഹു എനിക്ക് പുറത്തു തരുമെന്ന് വിചാരിക്കട്ടെ, അള്ളാഹു എനിക്ക് പുറത്തു തരുമായിരിക്കും, എനിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ. പക്ഷെ ഞാൻ എന്റെ റബ്ബിനോട് കരാറ് ചെയ്തിട്ടുണ്ട്, എനിക്ക് നോമ്പെടുക്കാൻ പറ്റിയിട്ടില്ല, ഇത് ഞാൻ ഖളാ കൂട്ടും, അള്ളാഹു എനിക്ക് പുറത്തു തരൂലേ, ഇത് പോരെ എന്നൊക്കെ ചോദിച്ച് ആ ഒരു ചെറുപ്പക്കാരന്റെ ഈമാൻ. ഇപ്പൊ പേര് മാറ്റിയിട്ടില്ല, പേര് സ്റ്റീവ് തന്നെയാണ്. അങ്ങനെ എത്രയോ ഇംഗ്ലീഷുകാരുണ്ട്, പേര് മാറ്റിയിട്ടില്ല, ആള് മുസ്ലിമാണ്. ഷാർജ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപിടി പ്രൊഫസർമാർ, ഒരുപിടി വിദ്യാർത്ഥികൾ മുസ്ലിമീങ്ങളായിട്ടുണ്ട്, പേര് മാറ്റിയിട്ടില്ല. പേര് റോബർട്ടൺ ജോൺ എന്നൊക്കെ ആയിരിക്കും, പക്ഷെ ആള് മുസ്ലിമാണ്. നമ്മുടെ നാട്ടിലെ വലിയ വലിയ വിഷയങ്ങൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. മുസ്ലിമിന് മുസ്ലിം ഐഡന്റിറ്റി ഉള്ള നാമങ്ങൾ വേണം. പേരിൽ ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് എന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഒരാളുടെ ജീവന് ഭീഷണിയുണ്ടെങ്കിലോ, ഒരാളുടെ ഇസ്ലാമികമായ ജീവിതത്തിന് തടസ്സമാകുന്നുണ്ടെങ്കിൽ അവരും അള്ളാഹുവും തമ്മിൽ ആയിക്കോട്ടെ. അള്ളാഹുവിന് ഷഹാദത്തെ വേണ്ടത്, അള്ളാഹു കൽബിലേക്കാണ് നോക്കുന്നത്. ഈ ചെറുപ്പക്കാരൻ പറയാൻ, 13 വർഷം ഞാൻ ഇസ്ലാം പഠിച്ചു, പക്ഷേ എനിക്ക് മുസ്ലിം ആവാനുള്ള ധൈര്യം വന്നില്ല. എന്റെ സൊസൈറ്റി എന്നെ എന്തു ചെയ്യും, നാട്ടുകാരെന്ത് വിചാരിക്കും? അങ്ങനെ ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങാൻ പോകുമ്പോ ഞാൻ എന്റെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: ദൈവം തമ്പുരാനെ, ഓ ലോർഡ് ദ ക്രിയേറ്റർ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അല്ലാഹുവേ, ഗൈഡ് മീ ടു ദ സ്ട്രെയിറ്റ് പാത്ത്, എന്നെ നീ നേർമാർഗത്തിലേക്ക് വഴി നടത്തേണമേ. I want to believe in you, എനിക്ക് നിന്നിൽ വിശ്വസിക്കണം പടച്ചവനെ. ഞാൻ പറയാണ്, ഞാൻ ഉറങ്ങിക്കഴിയുമ്പോ ഒരാൾ എന്നെ വിളിക്കുന്ന പോലെ അന്ന് രാത്രി ഞാൻ സ്വപ്നം കണ്ടു. 13 കൊല്ലങ്ങൾക്ക് ശേഷം സൗദി അറേബ്യയിലെ കിങ് ഫഹദ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ഒരു ബ്രിട്ടീഷുകാരനായ വിദ്യാർത്ഥി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അന്ന് രാത്രി എന്നെ ഒരാൾ വിളിക്കുന്നുണ്ട്, വിളിച്ചു പറയുന്നു, ഓ യു ഹു believe in Allah, the one and only, the one who created you and the entire universe. സത്യവിശ്വാസികളെ, ശുദ്ധ ഖുർആന്റെ ഒരു ആയത്തായിരുന്നു അത്. അദ്ദേഹത്തിന് ഇത് പിന്നെ മനസ്സിലായത്. സത്യവിശ്വാസികളെ,
ഏകനായ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണമേ. അവനാണ് നിങ്ങളെയും ഈ പ്രപഞ്ചത്തെ മുഴുവനും, ഈ മഴയും കാടുകളും ചെടികളും കല്ലും പാറയും വായുവും നിങ്ങളുടെ നാവും നിങ്ങളുടെ ചങ്കും നിങ്ങളുടെ നെഞ്ചും വയറും ശരീരവും കൈകാലുകളും കണ്ണും ചെവിയും ചെവിക്കുള്ളിലെ കോക്ലിയും നിങ്ങളുടെ ബ്രെയിനുള്ളിൽ കിടക്കുന്ന എല്ലാ കോടിക്കണക്കിന് നെർവസ് സിസ്റ്റവും എല്ലാം പടച്ചത് അവനാണ് കേട്ടോ. അല്ലാഹ് എന്ന പേര് എനിക്ക് സ്വപ്നത്തിൽ പറയപ്പെട്ടു. ബിലീവ് ഇൻ അല്ലാഹ് ദ വൺ ആൻഡ് ഓൺലി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനെന്ന് എഴുന്നേറ്റിരുന്നു, എന്റെ ഉറക്കത്തിന് എഴുന്നേറ്റ് കണ്ണുകൾ തിരുമ്മി. ഓക്സിൽ നിന്ന് 2 മണിക്കൂർ ദൂരമാണ് ഓക്സ്ഫോർഡ്. അവിടെയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉള്ളത്. ഓക്സ്ഫോർഡിലുണ്ട് ഇസ്ലാമിക് സെന്റർ. ഞാൻ അവിടേക്ക് വിളിച്ചു, ഓക്സ്ഫോർഡിലെ ഇസ്ലാമിക് സെന്ററിലേക്ക് വിളിച്ചു ഞാൻ സൗദി അറേബ്യയിൽ നിന്ന്. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഐ ടെസ്റ്റിഫൈ there is no God worthy of worship except Allah and that Muhammad, peace be upon him, is the messenger of Allah. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതരാണെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആ ഉറക്കത്തിൽ എഴുന്നേറ്റ ഉടനെ തന്നെ ഓക്സ്ഫോർഡിലെ ഇസ്ലാമിക് സെന്ററിലേക്ക് വിളിച്ച് തന്റെ വിശ്വാസം വെളിപ്പെടുത്തിയത് 13 വർഷങ്ങൾക്ക് ശേഷം. സത്യത്തിലേക്കുള്ള വഴിനടപ്പുകളാണ്. ഞാനും നിങ്ങളും. വാപ്പ മുസ്ലിമായി പേരിട്ടു, വാപ്പ മദ്രസയെ കൊണ്ടുപോയി ചേർത്തു, വാപ്പ പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പഠിപ്പിച്ചു. അപ്പൊ അങ്ങനെ നടക്കുകയാണ്. ഈ ഇസ്ലാമിന്റെ വില ഞാനും നിങ്ങളും അറിഞ്ഞിട്ടുണ്ടോ? ഇത് തേടി അലയുകയാണ് ആളുകൾ. ഇത് വേണമെന്ന് കൊതിക്കുകയാണ്. ഈ ദീനിന് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നവർ, കരയുന്നവർ, എനിക്ക് മുസ്ലിമാവാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നവർ, എനിക്ക് ഇസ്ലാം പഠിപ്പിച്ചു തരൂ എന്ന് ചോദിച്ചു വരുന്നവർ. സഹോദരന്മാരെ, നമ്മുടെ കുട്ടികൾ, ചെറുപ്പക്കാർ കോളേജുകളിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവിടുത്തെ മെയിൻ കുരുത്തക്കേട് ചെയ്യുന്ന ടീം മുസ്ലിമീങ്ങളുടെ ഗാങ്ങാണ്. നമ്മുടെ നാട് ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ടല്ലോ. മുസ്ലിം ഭൂരിപക്ഷമുള്ളതും ന്യൂനപക്ഷമുള്ളതുമായ പ്രദേശങ്ങളുണ്ട്. പൈസ കൊടുത്ത് മെഡിസിന് പഠിക്കുന്ന മംഗലാപുരത്തെയും ബാംഗ്ലൂരിലെയും കൊച്ചിയിലെയും ട്രിവാൻഡ്രത്തെയും ബോംബെയിലെയും പൂനെയിലെയും ഡൽഹിയിലെയും യൂണിവേഴ്സിറ്റികളിൽ കാശ് കൊടുത്ത് ലക്ഷങ്ങൾ കെട്ടിവെച്ച് വാപ്പമാർ മക്കൾക്ക് മെഡിസിൻ പഠിക്കാൻ, MBBS പഠിക്കാൻ, എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയി ആക്കി കൊടുത്താൽ ആ പ്രൈവറ്റ് കോളേജുകളിൽ, ഞാൻ പറയുന്ന സത്യമല്ലെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം, പ്രൈവറ്റ് കോളേജുകളിൽ അച്ചടക്കത്തോടുകൂടെ പഠിക്കേണ്ടതിന് പകരം ഡ്രഗ്സുകൾ കൊണ്ടുവരികയും മയക്കുമരുന്നുകൾ കൊണ്ടുവരികയും പെൺകുട്ടികളെ വലയിലാക്കാൻ വേണ്ടി നടക്കുകയും വ്യഭിചാരവും രാത്രി കറങ്ങലും ചെത്തിപ്പൊളിക്കലും കാശ് പൊടിപൊടിയാക്കലും ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളായ മക്കളല്ല, അവരൊക്കെ അച്ചടക്കത്തിൽ പഠിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളായ മക്കളല്ല, അവർക്കറിയാം അച്ഛനമ്മമാർ അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ വില. ആരാണിത് ചെയ്യുന്നറിയോ? എന്റെയും നിങ്ങളുടെയും ആങ്ങളമാർ, പെങ്ങളമാർ അല്ലേ? എന്തേ നമുക്കിങ്ങനെ സംഭവിക്കാൻ കാരണം? ആരെങ്കിലും വഴിതെറ്റുമ്പോ അവരെ കൈപിടിച്ച് നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ മക്കൾ, നമ്മുടെ പെൺകുട്ടികൾ മറ്റു പെൺകുട്ടികളെ പോലെ വഴിതെറ്റിപ്പോകേണ്ടവരായിരുന്നോ? വഴിതെറ്റിപ്പോകേണ്ടവരെ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക്, അച്ചടക്കമുള്ള മാർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരേണ്ട നമ്മുടെ മക്കളാ തിന്മക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ വേദന. ഇത് നമുക്ക് മനസ്സിലായില്ലയോ എന്നൊരു സംശയം. നമ്മുടെ കയ്യിലുള്ള ദീൻ, ഇതിന്റെ വില എത്രയാണ്? അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതൊക്കെ പറഞ്ഞു തരാൻ ഇവിടെ ആളുകളുണ്ടായിട്ട് അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ സ്വന്തം ജീവിതത്തിലും സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം حتى يتبين لهم أنه الحق. മുസ്ലിമീങ്ങൾക്ക് തെളിവുകൾ ആവശ്യമില്ലല്ലോ. ഖുർആനിന്റെ ശൈലി അങ്ങനെയാണ്. നിങ്ങൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ലോകാത്ഭുതങ്ങൾ കാണേണ്ടതില്ല, മിറക്കിൾസ് കാണേണ്ടതില്ല. മഹാത്ഭുതങ്ങൾ കണ്ടിട്ടല്ല അള്ളാഹുൽ വിശ്വസിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി തന്നതും പഠിപ്പിച്ചതും വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളും അള്ളാഹുവിന്റെ വാക്കുകളും കേൾക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലായി. പക്ഷേ സനുരീഹിം ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം കാണിച്ചു കൊടുക്കും. ആർക്ക്? അവിശ്വാസികൾക്ക്. ഫിൽ ആഫാഖ്,
ചക്രവാള സീമകളിൽ, ഈ പ്രപഞ്ചത്തിന്റെ മുക്കുമൂലകളിൽ അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കും. അങ്ങനെ അവിശ്വാസികൾക്ക് ബോധ്യപ്പെടും അന്നഹുൽ ഹഖ്, ഈ ഖുർആൻ സത്യമാണെന്ന്. നമുക്ക് സത്യമാണെന്ന് ബോധ്യപ്പെടാൻ അത്ഭുതങ്ങൾ കാണേണ്ടതില്ല. ഇന്ന് നമ്മൾ നേരെ മറിച്ച് നമുക്ക് കിട്ടണം, ഖുർആന്റെ മുഅ്ജിസത്ത് പറയണം, ഖുർആന്റെ അത്ഭുതങ്ങൾ പറയണം. നാസയുടെ സ്പേസ് ഷട്ടിലുകൾ സ്പേസിലേക്ക് പോയത്, ചന്ദ്രനിലേക്ക് പോയത്, ചൊവ്വയിലേക്ക് പര്യവേഷണത്തിന് പോകുന്നത്, അതിന്റെയൊക്കെ മീതെ ചെമ്പിന്റെ തകിടുകൾ പതിഞ്ഞു കിടക്കുന്നത് ശാസ്ത്രലോകം കണ്ടപ്പോഴാണ്. യുർസലു അലൈക്കുമാ ശുവാദും മിൻ നാരിൻ വനുഹാസും ഫലാ തൻതസിറാൻ. ആകാശലോകത്തിന്റെ പരിധികൾ കടന്ന്, ഈ പ്രപഞ്ചത്തിന്റെ അക്താറുകൾ, ഡയാമീറ്ററുകൾ കടന്ന്, ഈ പ്രപഞ്ചത്തിന്റെ അതിർവരമ്പുകൾ കടന്ന് നിങ്ങൾ പുറത്തു കടക്കാൻ ശ്രമിച്ചാൽ യുർസലു അലൈക്കുമാ ശുവാദും മിൻ നാരിൻ വനുഹാസ്, നിങ്ങൾക്ക് തീഗോളങ്ങളുടെ മീറ്റിയേഴ്സ്, അതുപോലെ തന്നെ ചെമ്പിന്റെ തീഗോളങ്ങൾ നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു പറഞ്ഞ ഭാഗം. മുസ്ലിം സയന്റിസ്റ്റുകളല്ല യൂറോപ്പുകാരെ പഠിപ്പിച്ചത്. സ്പേസിൽ പോയി തിരിച്ചു വന്നപ്പോൾ അതിന്റെ പുറത്തു കണ്ട ചെമ്പിന്റെ അംശങ്ങൾ കണ്ടപ്പോഴാണ് ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സത്യമാണല്ലോ. ആർക്കാത് മനസ്സിലാക്കി കൊടുത്തത്? അള്ളാഹുൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അത്ഭുതം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് ഖുർആനിലുണ്ടല്ലോ എന്ന് അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുക്കും. ഖുർആൻ സത്യമാണെന്നറിയാൻ നമുക്കോ? നമുക്ക് ഈ അത്ഭുതത്തിന് കാത്തിരിക്കല്ലേ. നീ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിയാണ്. എന്റെ സഹോദരന്മാരെ ഞാനൊന്ന് കണ്ടെങ്കിലൊന്ന് കൊതിച്ചു പോകുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയുടെ ഖബർ മറവ് ചെയ്തിരിക്കെ അവിടുത്തെ സ്വഹാബിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോ അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾ അങ്ങയുടെ സഹോദരന്മാരല്ലയോ? ബൽ അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ കമ്പാനിയൻസ്, നിങ്ങൾ എന്റെ സഹചാരികളാണ്. എന്റെ സഹോദരന്മാർ അല്ലദീന ലം യഅ്തൂ ബഅദ്, ഇതുവരെ വന്നിട്ടില്ല. ഉളിയിൽ ജനിക്കാൻ പോകുന്നവർ, മട്ടന്നൂർ ജനിക്കാൻ പോകുന്നവർ, ഇരിട്ടിയിൽ ജനിക്കാൻ പോകുന്നവർ, കാവുമ്പടിയിൽ ജനിക്കാൻ പോകുന്നവർ. അല്ലദീന ലം യഅ്തൂ ബഅദ് ലം യറൗനി യുഅ്മിനൂന ബി വലം യറൗനി, അവരെന്നെ കണ്ടിട്ടില്ല, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്നവർ. ശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോ ആ ഖുർആനിന്റെ അവതരണത്തിന് അവർ സാക്ഷികളല്ല. എന്നിട്ടും ഖുർആനിനെ രണ്ട് ചട്ടകൾക്കിടയിൽ കിട്ടിയപ്പോൾ അത് അല്ലാഹുവിന്റെ വചനമാണെന്ന് ബോധ്യപ്പെട്ട് വിശ്വസിച്ച ആളുകൾ അവർ എന്റെ സഹോദരന്മാരാണ്, അവരാണ് എന്റെ സഹോദരങ്ങൾ, എന്റെ ഉമ്മാക്കും വാപ്പാക്കും പിറന്ന ചോരബന്ധമുള്ള സഹോദരങ്ങൾ, എന്നെ കാണാതെ വിശ്വസിക്കുന്നവരാണ്, ഞാൻ അവരെ കണ്ടെങ്കിലെന്ന് കൊതിച്ചു പോകുന്നുവെന്ന് ലോകത്തോട് വിട പറയും മുമ്പ് നമ്മുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെയൊക്കെ കാണാൻ കൊതിച്ചു എന്ന് പറയണമെങ്കിൽ ആ പെട്ടവരിൽ ഇഖ്വാനിൽ ഞാനും നിങ്ങളും പെട്ടിട്ടുണ്ടോ മുഅ്മിനെ? അങ്ങനെ ഒരു ഈമാൻ നമുക്കുണ്ടായോ? അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ റസൂലിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം.